ഞാൻ ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് വളർക്കാൻ വിപുലീകരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. മാറ്റം വരുന്നു വിചാരിക്കണം. ചിത്രേശില്ലേ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. ആ ചേച്ചി നമസ്കാരം. എന്തുണ്ട് ഇന്ന് ഇതിനൊന്നും പോയില്ലേ? പര്യടനത്തിനൊന്നും പോയില്ലേ? വർക്കൗട്ടിലാണ് പോയി. എങ്ങനെ ഇതിനിടയിൽ സമയമൊക്കെ കിട്ടുന്നുണ്ടോ? ഇതിന് സമയം കണ്ടെത്തണമല്ലോ. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് എന്നാ സ്ഥാനാർത്ഥി വിശേഷത്തിലേക്ക് കടന്നാൽ അല്ലേ? ഇത് ചിത്ര ചന്ദ്രമോഹനൻ തൃശ്ശൂർ കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥിയാണ്. അതിനേക്കാൾ വലിയ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ്. ഒപ്പം തന്നെ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഒക്കെ പരിശീലകയും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇത്തവണ അവർ കന്നി രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ വളർക്കാവ് ഡിവിഷനിൽ LDFന് വേണ്ടി. ചേച്ചി ഇതേ വേഷത്തിലല്ലേ? സ്ഥാനാർത്ഥി വേഷത്തിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഈ ഒരു വേഷത്തിലാണ് കാണുന്നത്. അല്ല, സ്ഥാനാർത്ഥി വേഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഈ വേഷമാണ്. ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോൾ നമ്മൾ വീടുകളിൽ പോകും. അതെ അതെ. ഇത് ശരിക്കും ഈ വളർക്കാവ് എന്ന് പറയുന്നത് UDFൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ LDFന് ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? ഇത്തവണ LDF വരുന്നു വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 20 വർഷമായിട്ട് സിറ്റിംഗ് സീറ്റാണ് UDFൻ്റെ. ഞാൻ ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് വളർക്കാവ് വിപുലീകരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. മാറ്റം വരുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിങ്ങിനൊക്കെ എങ്ങനെ പോകുന്നു? കാരണം 2003 മുതൽ ഒരു 9 വർഷത്തോളം ചാമ്പ്യനായിരുന്നു ദേശീയ തലത്തിലൊക്കെ. പിന്നെ ദേശീയ ടീമിൻ്റെ പരിശീലക എന്നുള്ള രീതിയിലൊക്കെ വളരെ സജീവമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടോ? കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തൃശ്ശൂർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകും. കുട്ടികളുടെ കോമ്പറ്റീഷനാണ്. പിന്നെ ഇനിയിപ്പോൾ ഫുൾ ടൈം ഇതിൽ തന്നെ 11-ാം തീയതി വരെ. അതോടുകൂടി ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടി ഇലക്ഷനകത്ത് സജീവമാകാൻ പറ്റും. അതെ അതെ. ഈ പിന്നെ നാട്ടുകാരുടെ അഭിമാനമായിട്ടുള്ള ഒരു താരമാണ് വോട്ട് തേടി പോകുന്നത്. അപ്പം വീട്ടുകാരൊക്കെ അയ്യോ എന്താണ് ഈ വേഷത്തിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ടോ? ഇല്ല, ഇവിടെ കുറേ ആളുകൾക്ക് അറിയാം. എന്നെ 80% ആളുകൾക്കും അറിയാം. പിന്നെ ഇനിയിപ്പോൾ ഈ റോളിൽ അറിയില്ല എന്നേ ഉള്ളൂ. റോള് മാറി എന്ന് മാത്രം, അതൊരു വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഒരു വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അക്സെപ്റ്റ് ചെയ്യുമല്ലോ. ഇത്രയും കാലം വർക്ക് ചെയ്തത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സ്വീകരിക്കുന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗമൊക്കെയാണ്. സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നമ്മളൊന്നുമില്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോഴെങ്കിലും അവരറിയും. അപ്പോൾ ഈ കൂടെയുള്ള കായിക താരങ്ങളൊക്കെ എന്ത് പറഞ്ഞു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്? അവർക്കെല്ലാം ഭയങ്കര ഷോക്കാണ്. ഞാനും ആദ്യമായിട്ടായതുകൊണ്ടേ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുട്ടികളെല്ലാം കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ലീവ് എടുത്തുമൊക്കെ 7-ാം തീയതി വരും. എന്നുവെച്ചാൽ എനിക്ക് ധൈര്യം തരാനായിട്ട് എൻ്റെ എല്ലാ മക്കളും ഒത്തുകൂടും. നോക്കാം, മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ കായിക താരങ്ങളും പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. അതെ അതെ. എല്ലാവരും ലീവ് എടുത്തിട്ട് വരണേ, പണി പോവോ എന്തോ. പിന്നെ എങ്ങനെയാണ് വോട്ടർമാരുടെ പൊതുവെയുള്ള പ്രതികരണം എങ്ങനെയാണ്? ഇല്ല, പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതെ അതെ, എനിക്ക് ജയിക്കുന്നൊരു വിശ്വാസമുണ്ട്. നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. ഒരു കോൺഗ്രസ് വിമതനായി വന്ന മേയറുടെ ഒരു പിൻബലത്തിലായിരുന്നു LDF ഭരിച്ചത്. ഇത്തവണ അത് കൃത്യമായൊരു മെജോറിറ്റിയിലേക്ക് വരുമോ അല്ല എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയത്തിലിപ്പോൾ എന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാലോ. പ്രതീക്ഷയുണ്ട് എനിക്കിവിടെ. മൊത്തത്തിലിത് പറയാനായിട്ട് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി വർക്കൗട്ടൊക്കെ എന്താ പറയുക, തുടരട്ടെ അല്ലേ? ആശംസകൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനൊക്കെ ആയി. ദേശീയ ടീമിൻ്റെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായി. പവർ ലിഫ്റ്റിംഗ് അല്ല, വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായി. ദേശീയ ടീമിൻ്റെ പരിശീലകയൊക്കെയായി ഉണ്ടായിരുന്ന നമ്മുടെ കായിക കേരളത്തിൻ്റെ അഭിമാനമായ ചിത്രയാണ് ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവർ കന്നി മത്സരത്തിനിറങ്ങുമ്പോൾ നേരത്തെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ കണ്ട വിജയം ഇവിടെയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.